നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം നാളെയാണ്. നാളെ രാത്രി ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ബ്രസീൽ കളിക്കാനിറങ്ങുന്നു. US നാളെ രാത്രിയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 3:30 കളി നടക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 3:30. കളിയിലെ എതിരാളികൾ മൊറോക്കോയാണ്. മൊറോക്കോ ചില്ലറക്കാരല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കളിച്ച ടീമാണ്. അതുപോലെ മികച്ച താരങ്ങളെയും കൊണ്ടുവരുന്ന ടീമാണ്. ശരി, എസബ്ദയും നയഫ് അഗാഡും ഒക്കെ പരിക്ക് പറ്റി പുറത്തു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് കിടിലൻ ടീമുണ്ട്. അവരുടെ കോച്ച്, മൊറോക്കോയുടെ കോച്ച് മുഹമ്മദ് ഒഹാബി ഇപ്പോൾ ബ്രസീൽ ടീമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അവരുടെ ആദ്യ എതിരാളികളാണല്ലോ ബ്രസീൽ ടീം. അപ്പോൾ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഫിഫ തന്നെ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഒഹാബി പറയുന്നത് ഇങ്ങനെയാണ്: ബ്രസീൽ എന്ന് പറയുന്നൊരു ടീം, ആ രാജ്യം, അത് ഫുട്ബോൾ ശ്വസിക്കുന്ന നാടാണ്. തീർച്ചയായിട്ടും നമ്മൾ കളിയെക്കുറിച്ച്, വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പേര് ബ്രസീൽ എന്നായിരിക്കും. അവർക്ക് വളരെ മികച്ച താരങ്ങളുണ്ട്. വളരെ വലിയ പ്രതീക്ഷകൾ അവരുടെ രാജ്യത്ത് അവരെക്കുറിച്ചുണ്ട്. ആ രാജ്യം ഈ കളിയോട് വളരെ ഇമോഷണലാണ്, പാഷനേറ്റാണ്. അതോടൊപ്പം തന്നെ അവരുടെ ദേശീയ ടീമിനോടും അവർ വളരെ പാഷനേറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബ്രസീൽ മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ചിലർ പറയുന്നുണ്ടാകും, പക്ഷെ ബ്രസീൽ എന്നും ബ്രസീലായിരിക്കും. ആളുകൾക്ക് പറയുന്നവർക്ക് പറയാം, പക്ഷേ ബ്രസീൽ ഫുട്ബോൾ ലോകത്തെ ജയൻ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, വേൾഡ് ക്ലാസ് കോച്ചുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കളി ഒരു ഹ്യൂജ് ഗെയിമായിരിക്കും, ഒരു വമ്പൻ പോരാട്ടമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മുഹമ്മദ് ഒഹാബി പറയുന്നു. സ്വാഭാവികമായിട്ടും എതിർ ടീമിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ മതിയോ? സ്വന്തം ടീമിന് ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലേ? മൊറോക്കോക്ക് കോൺഫിഡൻസ് ഇല്ലേ ഈ കളിയിൽ ബ്രസീലിനെ വീഴ്ത്താൻ പറ്റുമെന്ന്? അദ്ദേഹത്തിൻ്റെ മറുപടി: നമുക്ക് തീർച്ചയായിട്ടും ഒരു കളി കളിക്കാൻ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവും. അത് നമ്മൾ കളിക്കളത്തിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. മൊറോക്കോ ഇവിടെ എത്തി നിൽക്കുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യത്തിലാണ്. ഒരു ബുദ്ധിമുട്ടേറിയ മത്സരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ ബ്രസീലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള കാരണം അടുത്ത കളി ബ്രസീലിനെതിരെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണല്ലോ. മുമ്പിൽ ഏതാണോ കളി, ആ കളിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ 100% ഞങ്ങളുടെ അടുത്ത ഓപ്പണൻ്റ് എന്ന രൂപത്തിൽ ബ്രസീലിനെ ഫോക്കസ് ചെയ്യുന്നു. നൗ ഇറ്റ്സ് ബ്രസീൽ, സോ ഞങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് അവർക്കെതിരെ പോരാട്ടം നടത്താൻ പറ്റുമെന്ന്. അതോടൊപ്പം തന്നെ ഹമ്പിളുമാണ്. കാരണം ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ലോക ഫുട്ബോളിലെ ഒരു ജയൻറ്റിനെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. മികച്ച പോരാട്ടം തന്നെ നടത്തുമെന്ന് ഇതാ മുഹമ്മദ് ഒഹാബിയും പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ ബ്രസീലിന് എളുപ്പമായിരിക്കില്ല, കാനത്ത പോരാട്ടം നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.